നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ഫ്രൂട്ട് പുഡിംഗ് ആണ്. ഗ്ലാസ് ഫ്രൂട്ട് പുഡിംഗ് അല്ലെങ്കിൽ ഗ്ലാസ് കേക്ക് എന്നൊക്കെ പറയാറുണ്ട് ഇതിനെ. ഇത് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് കൊണ്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഈസി ആയിട്ടുള്ള ഒരു പുഡിംഗ് ആണ്. വളരെ എളുപ്പമാണെങ്കിലും കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഇത് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അതൊക്കെ ഞാൻ വീഡിയോയിൽ പറഞ്ഞു തരാം. അപ്പം ഇതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. ഫ്രൂട്ട് പുഡിംഗ് ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ കുറച്ച് ഫ്രൂട്ട്സ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഏത് ടൈപ്പ് ഫ്രൂട്ട്സ് വേണമെങ്കിലും എടുക്കാം. ഈവൻ ഒന്നോ രണ്ടോ ടൈപ്പ് ഫ്രൂട്ട്സ് വെച്ച് വരെ ഇത് തയ്യാറാക്കി എടുക്കാൻ പറ്റും. പിന്നെ പലതരത്തിലുള്ള ഫ്രൂട്ട്സ് എടുത്താൽ പുഡിംഗ് കാണാനും ഒരു പ്രത്യേക ഭംഗിയായിരിക്കും. ഞാനിവിടെ എടുത്തേക്കുന്നത് ഏതൊക്കെ ഫ്രൂട്ട്സ് ആണെന്ന് പറയാം. സ്ട്രോബെറി, ഗ്രേപ്സ് രണ്ട് കളറിൽ എടുത്തിട്ടുണ്ട്, ഗ്രീനും റെഡും. പിന്നെ എടുത്തിട്ടുള്ളത് പ്ലം ആണ്, ഇതേപോലത്തെ പ്ലം ആണ് എടുത്തേക്കുന്നത്. പിന്നെ കിവി, അതും രണ്ട് കളറിൽ എടുത്തിട്ടുണ്ട്, ഗ്രീൻ ആൻഡ് യെല്ലോ. പിന്നെ ഓറഞ്ച്, പഴം, പിന്നെ കുറച്ച് റാസ്ബെറിയുമാണ് എടുത്തിട്ടുള്ളത്. അടുത്തത് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് 2.5 കപ്പ് വെള്ളം വെച്ചിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്ത് അതൊന്ന് അലിയിച്ചെടുക്കാം. ഇതിൽ ചേർക്കുന്ന മധുരമൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടാനുസരണം മാറ്റം വരുത്താവുന്നതാണ്. ഈ പഞ്ചസാര അലിയുന്ന ടൈം കൊണ്ട് ജെലാറ്റിൻ തയ്യാറാക്കി വെക്കാം. അതിനായിട്ട് ഞാനിവിടെ 3/4 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. സാധാരണ പച്ചവെള്ളം തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലോട്ട് 60 ഗ്രാം ജെലാറ്റിൻ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിൽ ചേർക്കുന്ന ജെലാറ്റിന്റെ അളവൊന്നും കുറഞ്ഞു പോകരുത്. അങ്ങനെ വന്നാൽ പുഡിംഗ് ശരിക്കും സെറ്റായി കിട്ടത്തില്ല. പിന്നെ നമ്മൾ വാങ്ങിക്കുന്ന ജെലാറ്റിന്റെ കവറിന്റെ മുകളിൽ എഴുതിയിട്ടുണ്ടാവും അത് തയ്യാറാക്കേണ്ട വിധം. അപ്പോൾ അതനുസരിച്ച് ചെയ്താൽ മതി. ഇപ്പോൾ ഇതിലെ പഞ്ചസാരയൊക്കെ അലിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലോട്ട് തയ്യാറാക്കി വെച്ച ജെലാറ്റിൻ ചേർത്ത് കൊടുക്കാം. ഇതിനി നന്നായിട്ട് ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കണം, ജെലാറ്റിനൊക്കെ കംപ്ലീറ്റ് അലിയുന്നിടം വരെ. ഇത് തിളപ്പിക്കരുത്, ഈ ജെലാറ്റിൻ അലിയിപ്പിച്ചെടുത്താൽ മാത്രം മതി. ഇപ്പം ജെലാറ്റിനൊക്കെ നന്നായിട്ട് അലിഞ്ഞിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഇതൊന്ന് ചൂടാറാൻ വയ്ക്കാം. ഇപ്പം ഇതിൻ്റെ ചൂടാറിയിട്ടുണ്ട്. ഇനി നമുക്ക് പുഡിംഗ് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഞാൻ ഇതേപോലത്തെ ഒരു ഗ്ലാസ് ട്രേയിലാണ് പുഡിംഗ് തയ്യാറാക്കുന്നത്. ഏത് ടൈപ്പ് പാത്രത്തിൽ വേണമെങ്കിലും ഇത് ചെയ്യാം. ആദ്യം ഇതിലോട്ട് തയ്യാറാക്കി വെച്ചിട്ടുള്ള ജെലാറ്റിൻ വാട്ടർ കുറച്ച് ഒഴിച്ചു കൊടുക്കാം. ഈ ട്രേയുടെ ബോട്ടം പാർട്ട് കവർ ആകത്തക്കവണ്ണം ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി 2-3 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോഴത്തേക്ക് ഇതൊന്ന് സെറ്റ് ആകും. ഇപ്പം 3 മിനിറ്റ് കഴിഞ്ഞു. ഒഴിച്ചു കൊടുത്ത ജെലാറ്റിൻ വാട്ടർ ചെറുതായിട്ട് സെറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള ഫ്രൂട്ട്സ് ഒക്കെ ഒന്ന് മിക്സ് ചെയ്ത് വെച്ച് കൊടുക്കാം. കുറച്ച് ഫ്രൂട്ട്സ് ഇതിലോട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ചുകൂടി ജെലാറ്റിൻ വാട്ടർ ഒഴിച്ചു കൊടുക്കാം. ഇങ്ങനെ ഇടയ്ക്ക് ഒഴിച്ചു കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, ലാസ്റ്റിൽ ഒഴിച്ചു കൊടുത്താലും മതി. ഇനി വീണ്ടും ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് ജെലാറ്റിൻ വാട്ടർ കൂടി ഒഴിച്ചു കൊടുക്കാം. ഇതേപോലെ ഇങ്ങനെ ഫ്രൂട്ട്സിന്റെ മുകളിൽ വരെ ഒഴിച്ചു കൊടുക്കണം. ഇനി ഇതൊന്ന് സെറ്റ് ആകാൻ വേണ്ടി മാറ്റി വെക്കാം. ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല, പുറത്ത് തന്നെ വെച്ചാൽ മതി. ഒരു 15 മിനിറ്റ് കൊണ്ടൊക്കെ ഇത് സെറ്റായി കിട്ടും. ഞാൻ വേറെ കുറച്ച് പാത്രത്തിൽ കൂടി പുഡിംഗ് തയ്യാറാക്കുന്നുണ്ട്. അതും കൂടി ഒന്ന് കാണിക്കുകയാണ്.
അപ്പോൾ ഇതെല്ലാം സെറ്റാകാൻ വേണ്ടി ഒന്ന് മാറ്റി വയ്ക്കാം. എല്ലാം നന്നായിട്ട് അടച്ചു വെച്ചിട്ട് വേണം വെക്കാൻ. ഇപ്പം എന്തേ 15 മിനിറ്റ് കഴിഞ്ഞു. ഇത് സെറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് കുറച്ച് കളർ കൂടി ചേർക്കുന്നുണ്ട്. അത് നിർബന്ധമൊന്നുമില്ല ചേർക്കണമെന്ന്. ഞാനിവിടെ ഒരു നുള്ള് റെഡ് ഫുഡ് കളറാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലോട്ട് ജെലാറ്റിൻ വാട്ടർ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇത്രയും സമയം കൊണ്ട് ഈ ജെലാറ്റിൻ വാട്ടർ കട്ടിയായിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടി ചൂടാക്കി എടുത്താൽ മതി. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതിൻ്റെ മുകളിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതിനി ഫ്രിഡ്ജിൽ വെക്കണം. 2-3 മണിക്കൂർ കൊണ്ട് ഇത് നന്നായിട്ട് സെറ്റായി കിട്ടും. ഫ്രീസറിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല. ബാക്കി തയ്യാറാക്കി വെച്ചിട്ടുള്ളതും സെറ്റായിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലോട്ടും നേരത്തെ ചെയ്ത പോലെ തന്നെ വേറെ ഒരു കളർ ജെലാറ്റിൻ വാട്ടർ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതിലും പല കളറിലെ ജെലാറ്റിൻ വാട്ടർ ഒഴിച്ചു കൊടുക്കുകയാണ്. അതിനുശേഷം ഫ്രിഡ്ജിൽ വെച്ചിട്ട് സെറ്റ് ചെയ്തെടുക്കാം. ഇപ്പം 3 മണിക്കൂർ കഴിഞ്ഞു. ഇതൊക്കെ നന്നായിട്ട് സെറ്റ് ആയിട്ടുണ്ട്. ഇനി ഇത് ഒരു പ്ലേറ്റിലോട്ട് കമഴ്ത്തി ഇടണം. അങ്ങനെ കമഴ്ത്തി ഇടുമ്പോൾ ഇത് ട്രേയിൽ നിന്ന് ഇളകി വന്നില്ലെങ്കിൽ ഇങ്ങനെ സൈഡിലൊക്കെ ഇതേപോലെ ഒന്ന് മാറ്റി കൊടുത്താൽ മതി. അല്ലെങ്കിൽ 3-4 മിനിറ്റ് വെള്ളത്തിലിറക്കി വെച്ചാലും ഇത് ട്രേയിൽ നിന്നും വേഗം വിട്ട് കിട്ടും. ഇത് ഞാൻ കുറച്ചു നേരം വെള്ളത്തിൽ വെച്ചിട്ട് എടുത്തതാണ്. ഇതേപോലെ ഒരു പ്ലേറ്റിലോട്ടാണ് കമഴ്ത്തി ഇടാൻ പോകുന്നത്. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ പതുക്കെ ഒന്ന് ഇങ്ങനെ അടിച്ചു കൊടുത്താൽ മതി. അപ്പം എന്തേ ഫ്രൂട്ട് പുഡിങ് റെഡി ആയിട്ടുണ്ട്. നല്ലപോലെ സെറ്റ് ആയിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെയുണ്ട്. ഇതിനെയും കട്ട് ചെയ്യാം. നല്ലതുപോലെ കട്ട് ചെയ്തെടുക്കാൻ പറ്റും. ബാക്കി തയ്യാറാക്കിയിരുന്ന പുഡിങ്ങും എല്ലാം സെറ്റ് ആയിട്ടുണ്ട്. ഈ ഒരു ഫ്രൂട്ട് പുഡിങ് തയ്യാറാക്കിയെടുക്കാൻ വളരെ എളുപ്പമാണ്. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. പിന്നെ ഞാൻ വീഡിയോസ് ഇടുമ്പോഴൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് കിട്ടണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിയുമ്പോൾ വരുന്ന ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കുക. അതിൽ ഓൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുക. താങ്ക്